ഹായ്. യോർഗോസ് ലാന്തിമോസ് സംവിധാനം ചെയ്ത സിനിമ പൂർ തിങ്സ്. ഈ മാസം ആദ്യം ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് ഓസ്കാർ അവാർഡ് കിട്ടിയത് നമ്മുടെ എമ്മ സ്റ്റോണിനായിരുന്നു. ഈ സിനിമയിലെ പ്രകടനത്തിനാണ് എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത്. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു സൈഫൈ മൂവിയാണ്, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൂവിയാണ്. എന്നാൽ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഉപരി ഇതൊരു പൊളിറ്റിക്കൽ മൂവിയാണ്. പ്രത്യേകിച്ചും ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് വില്യൻ ഡെഫെ അവതരിപ്പിക്കുന്ന ഗോഡ്വിൻ ബാക്സ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയ പേരുകെട്ട സർജൻ്റെ വീടാണ്. അപ്പോൾ വീട്ടിൽ ധാരാളം ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോഴിയുണ്ട്, താറാവുണ്ട്, ആടുണ്ട്, കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലായിരിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കോഴിയുടെ ബോഡിയും ഒരു നായയുടെ തലയും ചേർന്നിട്ടുള്ള ഒരു പുതിയൊരു ജീവിയായിരിക്കും, അല്ലെങ്കിൽ ആടിൻ്റെ ബോഡിയും ഒരു താറാവിൻ്റെ തലയൊക്കെ ചേർന്നിട്ടുള്ള അങ്ങനെ അതായത് നമ്മൾ ഈ വീട്ടിലൊക്കെ ഈ ഒട്ടുമാവ് അല്ലെങ്കിൽ ചെമ്പരത്തി, രണ്ട് ചെമ്പരത്തി വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തിയുടെ സ്റ്റെമ്മൊക്കെ എടുത്തിട്ട് നമ്മൾ ബഡ് ചെയ്തിട്ട് പുതിയൊരു ചെമ്പരത്തിനുമാക്കി മാറ്റില്ലേ, അതുപോലെ ഇയാൾ വീട്ടിൽ മൃഗങ്ങളെ ഇതുപോലെ സർജറിയൊക്കെ ചെയ്ത് വേറൊരു മൃഗമാക്കി വളർത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സർജനാണ് നമ്മുടെ വില്ലൻ ഡെഫ് അവതരിപ്പിക്കുന്ന ബാക്സ്റ്റർ, അതായത് ഗോഡ്വിൻ ബാക്സ്റ്റർ എന്ന് പറയുന്ന കഥാപാത്രം. നമ്മുടെ സർജൻ്റെ വീട്ടിൽ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എമ്മ സ്റ്റോൺ അവതരിപ്പിക്കുന്ന ബെല്ല ബാക്സ്റ്റർ. അപ്പോൾ ബെല്ല ബാക്സ്റ്റർ എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരിയാണ്. പക്ഷേ ഇവരുടെ സംസാരം, പ്രവൃത്തി, ആക്ഷൻ ഇതൊക്കെ 2 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവർ ചെയ്യുന്നത്. നടത്തം, ഭക്ഷണം കഴിക്കുന്ന രീതി, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതായത് ഈ മാനസികമായിട്ട് വളർച്ചയില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള സിനിമയാണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ ബെല്ല ബാക്സ്റ്ററിന് ഒരു പാസ്റ്റ് ഉണ്ട്. പാസ്റ്റിൽ ഈ കഥാപാത്രം, ഈ ചെറുപ്പക്കാരി ഒരു ദിവസം ഒരു ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഇവർ പ്രഗ്നൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബോഡി ആർക്ക് കിട്ടും? നമ്മുടെ സർജന് കിട്ടും. ഇവരുടെ ബോഡി ലാബിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഓപ്പറേറ്റ് ചെയ്ത് ഇവരുടെ വയറ്റിലുള്ള കുട്ടിയുടെ ബ്രെയിൻ ഇല്ലേ, അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റും. എന്നിട്ടോ ഈ എമ്മ സ്റ്റോൺ അവതരിപ്പിക്കുന്ന ബെല്ല ബാക്സ്റ്ററിൻ്റെ ബ്രെയിനും എടുത്ത് മാറ്റും. എന്നിട്ട് ഈ കുട്ടിയുടെ ബ്രെയിൻ എടുത്തിട്ട് എമ്മ സ്റ്റോണിന് വയ്ക്കും. ഓക്കെ, അതായത് ബ്രെയിൻ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഇവരുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഇയാൾ ഒബ്സർവ് ചെയ്ത് ഒരു പരീക്ഷണം നടത്തും. ഓക്കെ, ഇതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ കഥാപാത്രത്തിന് പുതിയൊരു പേര് ഇട്ട് കൊടുക്കും, ബെല്ല ബാക്സ്റ്റർ. ശരിക്കും അവരുടെ പേര് ബെല്ല എന്നൊന്നുമല്ല, ബെല്ല ബാക്സ്റ്റർ എന്നുള്ള പേര് ഈ ഗോഡ്വിനാണ് ഈ എമ്മ സ്റ്റോണിൻ്റെ കഥാപാത്രത്തിന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇവരുടെ ബ്രെയിനിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ, അതായത് ഒരു ദിവസം ഇവർ എത്ര വേർഡ്സ് പുതുതായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ ഇവർക്ക് വരുന്നുണ്ട്, ഈ ഒരു പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇയാളുടെ ഒരു അസിസ്റ്റൻറ്റിനെ കൂടി അവിടെ നിയമിക്കും. അസിസ്റ്റൻ്റെ പേര് മാക്സ് എന്നാണ്. അങ്ങനെ അവരുടെ ഡെയിലി ലൈഫിൽ പുതുതായിട്ട് ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നതും, ഒരു ദിവസം പുതുതായിട്ട് എത്ര വാക്കുകൾ ഇവർ പറയുന്നുണ്ട്, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോട്ട് ചെയ്യലാണ് നമ്മുടെ മാക്സിൻ്റെ പണി. അങ്ങനെ ഒരു ദിവസം ആക്സിഡൻ്റലി ഈ ബെല്ല ബാക്സ്റ്റർ എന്ന് പറയുന്ന കഥാപാത്രം ഒരു പ്ലഷർ, അതായത് ഒരു സെക്ഷൽ ആയിട്ടുള്ളൊരു പ്ലഷർ അനുഭവിക്കും ബൈ മാസ്റ്റർബേഷൻ. അത് വേണമെന്ന് ചെയ്യുന്നതല്ല, ആക്സിഡൻ്റലി സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും, ഈ ഗോഡ്വിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയും. അവരുടെ വീട്ടിലുള്ള സർവൻറ്റിനൊക്കെ ഇത് ഈ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് പറയുക, അത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഈ ബെല്ലയുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിന് വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഈ മാക്സും ബെല്ലയും തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ ഒരു വിവാഹ ഉടമ്പടി ഇവർ ഉണ്ടാക്കും, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും. ആ കോൺട്രാക്റ്റ് വിശദമായിട്ട് പഠിക്കാനായിട്ട് ഒരു വക്കീൽ വരും. ആ വക്കീലാണ് മോനെ ഡങ്കൻ വെഡർബൺ. അപ്പോൾ ഈ ഡങ്കൻ വെഡർബൺ എന്ന് വെച്ചാൽ ആൾ കുറച്ച് പെശകായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇതൊരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ലേഡിയുടെ ശരീരമാണെന്നും ഇവരുടെ തലച്ചോറ് ഒരു കുട്ടിയുടെ തലച്ചോറാണെന്നും ഇവർ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ ബ്രെയിൻ വളരെ സ്പീഡായിട്ട് ഗ്രോത്ത്, അതായത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഡങ്കന് മനസ്സിലാവും. അങ്ങനെ ഡങ്കൻ എന്ത് ചെയ്യും, വളരെ വിദഗ്ധമായിട്ട് ഇയാളെ പരിചയപ്പെട്ട് ഈ ഒരു ലബോറട്ടറി, വീട്, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഇവരെ പ്രലോഭിപ്പിക്കും. അങ്ങനെ ഇയാൾ ബെല്ലയും കൊണ്ട് പുറത്തേക്ക് പോകും. അപ്പോൾ പുറത്ത് കിടക്കുന്നതിനെ കൊണ്ടുള്ള ഡങ്കൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യലാണ്, അതായത് സെക്ഷലി അവരെ പരമാവധി യൂസ് ചെയ്യുക. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഓരോ രാജ്യങ്ങളിലായിട്ട് ലിസ്ബണിലും അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 10-20 മിനിറ്റ് എന്ന് വെച്ചാൽ മുഴുവൻ ഈ ഒരു ഇൻറ്റിമസി സീനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സെക്ഷൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഈ സിനിമയിലുടനീളം ഇങ്ങനെ ഈ ന്യൂഡിറ്റി, അതുപോലെ തന്നെ അഡൽട്ട് സീനുകൾ, സെക്ഷൽ സീനും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ ഡങ്കനും ബെല്ല ബാക്സ്റ്ററും ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ട്രാവൽ ചെയ്യും, യാത്രയൊക്കെ ചെയ്തിട്ട് അവരുടെ കാര്യപരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഡങ്കന് മനസ്സിലാകും ഇവരെയും കൊണ്ടൊരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്ന അത്ര സേഫ് അല്ല എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഡങ്കൻ എന്ത് ചെയ്യും, ഇവരെയും കൊണ്ട് ഒരു കപ്പലിൽ മുറിയെടുത്ത് താമസിക്കും. കപ്പൽ വെച്ചാൽ വലിയൊരു ക്രൂയിസ് കപ്പൽ, ഒരു ടൂറിസ്റ്റ് കപ്പലാണ്.
അങ്ങനെ കപ്പലിരുന്ന് ഇവർ പഴയ പോലെ തന്നെ കാര്യപരിപാടികളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അവിടെ വെച്ച് 2 കഥാപാത്രങ്ങളെ പരിചയപ്പെടും. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മുടെ ബെല്ലയ്ക്ക് ഈ ഫിലോസഫി എന്ന് പറയുന്ന വിഷയത്തിൽ ചെറിയൊരു താല്പര്യം തോന്നി തുടങ്ങും. അങ്ങനെ ഒരു ദിവസം കപ്പലിങ്ങനെ നങ്കൂരോട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡങ്കൻ കപ്പലിൽ ഈ ഗാംബ്ലിംഗ് ഉണ്ടാവില്ലേ, ചീട്ടുകളി ഉണ്ടാവില്ലേ, ചീട്ടും കളിച്ച് കള്ളും കുടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടാകും. ബെല്ല എന്താ വെച്ചാൽ കപ്പലിൻ്റെ ഡെക്കിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഇവർ കാണും. ഓക്കെ, അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. ഈ കുറേ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ കാണും. അങ്ങനെ ഇവർക്ക് മനസ്സിലാവും, അതായത് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മുഴുവൻ റിച്ച് ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാർ, മറ്റൊരു ഭാഗത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാർ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും. അങ്ങനെ ബെല്ല തിരിച്ച് റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡങ്കൻ കള്ളു കുടിച്ച് ബോധം കെട്ട് ഈ ചീട്ടും കളിച്ച് കുറേ പൈസയൊക്കെ കിട്ടിയതിന് ശേഷം ഇയാൾ ബോധം കെട്ട് ബെഡിൽ കിടക്കുന്നുണ്ടാകും. അങ്ങനെ ബെല്ല എന്ത് ചെയ്യും, ഇയാളുടെ ഈ പൈസ കൊണ്ടിരുന്ന പെട്ടി അതുപോലെ നേരെ എടുത്ത് കപ്പലിൻ്റെ ഡെക്കിലേക്ക് മടങ്ങിപ്പോകും. പക്ഷെ മടങ്ങിപ്പോകുന്ന സമയത്ത് കപ്പൽ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ കപ്പലിലെ തൊഴിലാളികൾ പറയും, ഇത് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രപരമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റും. ഓക്കെ, എന്നിട്ട് ബെല്ല എന്ത് ചെയ്യും, തിരിച്ച് റൂമിലേക്ക് വരും. റൂമിലേക്ക് വരുന്ന സമയത്ത് ഡങ്കൻ ഫുള്ള് പ്രശ്നം നോക്കുന്നുണ്ടാവും. എൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ പോയി. അതായത് അയാളുടെ ഇതുവരെയുള്ള മൊത്തം പൈസ വെച്ചിട്ടാണ് അയാൾ ചീട്ട് കളിച്ചത്. അയാളുടെ പൈസ മൊത്തം പോയി. അപ്പോൾ ഇനി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ചിലവിന് പൈസയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കപ്പലുകാർ എന്ത് ചെയ്യും, ഇവരെ പാരീസിൽ കൊണ്ടുവന്നിട്ട് ഇറക്കി വിടും. അങ്ങനെ നല്ല റിച്ച് ആയിട്ട് ലക്ഷൂറിയസ് ആയിട്ട് കപ്പലിലേക്ക് വന്ന ആൾക്കാർ പാരീസിലെത്തുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒന്നുമില്ല, പരിപൂർണ്ണ ദരിദ്രന്മാരായിട്ട് മാറി. അങ്ങനെ പാരീസിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രീറ്റ് ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ, ഡങ്കനും ബെല്ലയും തമ്മിൽ. അപ്പോൾ ബെല്ല പുതിയൊരു വഴി കണ്ടെത്തും. അതായത് അവിടെ പാരീസിലൊരു ബ്രോതൽ ഉണ്ടാവും, ഒരു വേശ്യാലയം. ആ വേശ്യാലയത്തിൽ പോയിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിക്കാനുള്ളൊരു ഓപ്ഷൻ ആര് കണ്ടെത്തും, ബെല്ല കണ്ടെത്തും. അങ്ങനെ അവർ ആ ബ്രോതലിലേക്ക് പോകും, വേശ്യാലയത്തിലേക്ക് പോകും. പക്ഷെ ഡങ്കൻ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഡങ്കൻ ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഡങ്കൻ്റെ വഴിക്ക് പോകും. ബെല്ല ആ ബ്രോതലിൽ ഒരു സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യും. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് വരുന്ന സമയത്ത് അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവർ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അവരുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള സെക്സ് വർക്കേഴ്സുമായിട്ട് ഇവർ നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്സ് വർക്കറുമായിട്ട് ഇവർ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. അപ്പോൾ അവർ തമ്മിലൊരു ഒരു ലെസ്ബിയൻ ടൈപ്പ് റിലേഷനും അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരു ഭാഗത്തൂടെ ഇവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ബെല്ല പിന്നീട് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പുറം ഭാഗത്ത് ഇവിടെ നമ്മുടെ വില്യം ഡെഫോയുടെ കഥാപാത്രം ഇല്ലേ, ഗോർഡൻ ബാക്സ്റ്റർ ഏകദേശം മരിക്കാനാകും. അയാളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് വരും. അപ്പോൾ ഇയാൾ മൃഗങ്ങളിൽ മാത്രമല്ല, ഇയാളുടെ മുഖത്തും വയറ്റിലേക്ക് ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇയാൾ വയസ്സായിട്ട് മരിക്കാനാകും. അങ്ങനെ ഗോഡ്വിൻ എന്ത് ചെയ്യും, മാക്സിനോട് പറയും, എനിക്ക് ബെല്ലയെ കാണണം എന്ന് പറയും. അപ്പം അങ്ങനെ ഡങ്കൻ ബെല്ലയെ കടത്തിക്കൊണ്ടുപോയതിന് ശേഷം ഇവരെന്ത് ചെയ്യും, വേറൊരു പെൺകുട്ടിയിൽ ഈ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. കുറച്ചുകൂടി സ്ലോ ബ്രെയിൻ ഗ്രോത്ത് ഉള്ള ഒരു പെൺകുട്ടിയിൽ ഇതേ പരീക്ഷണം നമ്മുടെ ഗോഡ്വിനും മാക്സും അവിടെ നടത്തുന്നുണ്ടാവും, അവരുടെ വീട്ടിൽ നടത്തുന്നുണ്ടാവും. പക്ഷേ ഇയാൾ മരിക്കാറായതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും, നമ്മുടെ ഗോഡ്വിൻ പറയും എനിക്ക് ബെല്ലയെ കാണണം എന്ന് പറയും. അങ്ങനെ ബെല്ലയെ അന്വേഷിച്ചിട്ട് ആര് വരും, മാക്സ് വരും. അങ്ങനെ മാക്സ് വന്നിട്ട് ബെല്ലയെ കണ്ടെത്തും. ബെല്ലയെ തിരിച്ച് ലണ്ടനിലേക്ക് കൊണ്ടുവരും. ലണ്ടനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബെല്ല കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഞാനൊരു ബ്രോതലിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മാക്സിന് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. മാക്സും ബെല്ലയും തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അവർ സമ്മതിച്ചതാണ്. പക്ഷേ മാക്സ് കുറച്ചുകൂടി വൈഡായിട്ട് ലോകത്തെ കാണുന്നൊരു വ്യക്തിയാണ്. മാക്സിന് അതൊന്നൊരു വലിയ പ്രശ്നമൊന്നുമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ഇവരുടെ കല്യാണമാണ്. അതായത് ഗോഡ്വിൻ ബാക്സ്റ്ററിൻ്റെ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ നമ്മുടെ മാക്സും ബെല്ലയും തമ്മിലുള്ള വിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഡങ്കൻ്റെ കൂടെ വേറൊരു കഥാപാത്രം കൂടി കയറി വരും. അപ്പോൾ ഈ ഡങ്കൻ്റെ കൂടെയുള്ള കഥാപാത്രത്തിൻ്റെ പേര് ആൽഫി എന്നാണ്. ആൽഫി ബെല്ലയെ വിക്ടോറിയ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ, ഇതാരാണ് ഈ വിക്ടോറിയ എന്ന്. ഓക്കെ, അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ ആൽഫിയുടെ ഭാര്യയായിരുന്നു ഈ വിക്ടോറിയ അല്ലെങ്കിൽ ബെല്ല ബാക്സ്റ്റർ. ഈ ആൽഫിയുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം കാരണമാണ് നമ്മുടെ ബെല്ല അല്ലെങ്കിൽ വിക്ടോറിയ എന്ത് ചെയ്തത്, സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ ഇവരുടെ മുമ്പുള്ള പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു എന്നറിയാനായിട്ട് ഇയാളുടെ കൂടെ പോകണമല്ലോ. എന്നിട്ട് ഇയാളുടെ കൂടെ പോകുന്ന സമയത്ത് ഇയാൾ ഈ ചർച്ചിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. പക്ഷേ ആൽഫി വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇയാളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവുന്നത്. ഈ ആൽഫി ആൾ വലിയ പ്രശ്നക്കാരായിരുന്നു. ഇയാളുടെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ കൊണ്ടാണ് നമ്മുടെ വിക്ടോറിയ അല്ലെങ്കിൽ ബെല്ല എന്ത് ചെയ്തത്, സൂയിസൈഡ് ചെയ്യാനായിട്ട് വന്നത്. അങ്ങനെ ഇയാളുടെ ഈ വയലൻസും ആക്ടിവിറ്റിയൊക്കെ ഇവർ കാണും. ഇവർ ജെനിഷൽ മ്യൂട്ടിലേഷനൊക്കെ നടത്താനായിട്ട് ഇയാൾ ശ്രമിക്കും, നമ്മുടെ ആൽഫി ശ്രമിക്കും. അങ്ങനെ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ ആൽഫിയെ പറ്റിച്ച് ആര് വരും, ബെല്ല ബാക്സ്റ്റർ എന്ന വിക്ടോറിയ തിരിച്ച്
നമ്മുടെ മാക്സിൻ്റെ അടുത്ത് വരും. അങ്ങനെ മാക്സും ബെല്ല ബാക്സ്റ്ററും ഒരുമിക്കുന്ന സമയത്ത് തന്നെ ആര് മരിച്ചു പോകും? നമ്മുടെ ഗോഡ്വിൻ ബാക്സ്റ്റർ മരിച്ചു പോകും. പിന്നീട് അങ്ങോട്ടേക്ക് ബെല്ലയും മാക്സും ചേർന്നിട്ടുള്ള ഒരു പുതിയ ലൈഫാണ് കാണിക്കുന്നത്. ബെല്ല പഠിച്ച് സെറ്റായിട്ട് ഒരു സർജനായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ആൽഫി ഇല്ല, അതായത് അവരുടെ മുൻ ഭർത്താവ്, അയാളെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അയാളുടെ ബ്രെയിൻ റീപ്ലേസ് ചെയ്യും. ഒരു ആടിൻ്റെ തലച്ചോറ് മാറ്റി വയ്ക്കും. അങ്ങനെ അവരുടെ വീട്ടിൽ പുതിയൊരു ജീവിയായിട്ട് ഇങ്ങനെ പച്ചയിലയും ചെടികളൊക്കെ തിന്നൊരു ഭാഗത്ത് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് മാക്സും ബെല്ല ബാക്സ്റ്ററും മുന്നോട്ട് പോകും. അപ്പോൾ ഇതാണ് പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമ. ഇനി ഈ സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു മണിക്കൂറോളം മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഭാഗം കളറാണ്. അതായത് അവസാനത്തെ 50 മിനിറ്റിൽ കൂടുതൽ കളറാണ്. കളർ എന്ന് വെച്ചാൽ വല്ലാത്ത കളറാണ് കേട്ടോ. നമ്മൾ ഈ ഓയിൽ പെയിൻ്റ് ഒക്കെ ചെയ്യില്ലേ, അതുപോലൊരു കളർ. അപ്പോൾ ആദ്യത്തെ ഭാഗം മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മാത്രമല്ല, പല സ്ഥലത്തും അവർ ഉപയോഗിച്ചിട്ടുള്ള ഷോട്ടുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ടുകളാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഡോറിൻ്റെയൊക്കെ കീ ഹോളിൽ കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഒരു വ്യൂ ഇല്ലേ, അതുപോലത്തെ ഒരു വ്യൂ, ഒരു ഫിഷ് ഐ വ്യൂ എന്നോ അല്ലെങ്കിൽ ബേർഡ് ഐ വ്യൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന എക്സ്ട്രീം വൈഡ് ആയിട്ടുള്ള ചില ഷോട്ടുകളൊക്കെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് നല്ല രസമായിരുന്നു, ചില സ്ഥലത്ത് നമുക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചു, എന്താണ് ഇവരിങ്ങനെ കാണിക്കുന്നത്, വലിയ വൈഡർ ആയിട്ടുള്ള ഷോട്ടുകൾ. പിന്നെ കളറിലേക്ക് വരുന്ന സമയത്ത് തന്നെ സ്ക്രീൻ ഒന്ന് ചെറുതായതുപോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ടെക്നിക്കലി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന തോട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ചില ആളുകൾക്ക് ഇത് അങ്ങനെ കണ്ടിരിക്കാൻ വലിയ പ്രയാസമായിരിക്കും ഈ സിനിമ. കാരണം ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മളെ മടുപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷേ വിഷ്വലി ഒരു എക്സ്പീരിയൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ പഴയൊരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നിങ്ങൾ കണ്ടു നോക്കുക. വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ട് ലോകത്തിനെ കാണാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു തരം സിനിമ എന്ന് നമുക്കിതിനെ പറയാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമ കാണുന്ന സമയത്ത് കുറേയധികം ന്യൂഡിറ്റിയും സെക്ഷൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുന്ന സീനുകളും ഈ പറയുന്ന ഈ ലെസ്ബിയൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കാണുക. ഒരിക്കലും നിങ്ങളുമായിട്ട് വളരെയധികം പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടി നോക്കരുത്. കാരണം അത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കൂടെ എന്തായാലും കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ ഒന്നല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരുമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയ പടം പുവർ തിങ്സ്.